പലപ്പോഴും കേൾക്കാറുള്ള ഒരു വേർഡായിരിക്കും ക്രെഡിറ്റ് സ്കോർ. പലരും തിങ്ക് ചെയ്യുന്നത് ഇത് ലോൺ എടുക്കുന്നവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നീട് ലോണൊക്കെ വേണ്ടി വരുന്ന സമയത്ത് മാത്രം ക്രെഡിറ്റ് സ്കോറിനെ പറ്റി ചിന്തിച്ചാൽ പോരെ എന്നൊക്കെ ആയിരിക്കും പലരും തിങ്ക് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. ക്രെഡിറ്റ് സ്കോർ നമ്മുടെ ലൈഫിലെ പല സ്റ്റേജിൽ നമ്മളെ സൈലൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് സാലറി തൊട്ട് നമ്മളുടെ ഡ്രീം ഹോം, നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ വരെ ക്രെഡിറ്റ് സ്കോർ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ സൈലൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്റ്റേജിലേക്ക് പല ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ക്രെഡിറ്റ് സ്കോർ ലൈഫിൽ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഓരോ സ്റ്റേജിലും ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ആ മിസ്റ്റേക്സ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കറണ്ട് സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ആയിട്ട് മാറുക എന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഏർലി 20s ആണ്. ആ ഒരു സ്റ്റേജിലാണ് ക്രെഡിറ്റ് ജേർണി ബിഗിൻ ചെയ്യുന്നത്. നമുക്ക് ഒരു ജോലി കിട്ടും, ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് സാലറി ഒക്കെ ഉണ്ടാകാം. ആ ഒരു സമയത്ത് നമ്മളുടെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തേക്കാം. അതേപോലെ തന്നെ നല്ലൊരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിയേക്കാം. അത് EMI ഇട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് ജേർണി ബിഗിൻ ചെയ്യുന്നത്. ക്രെഡിറ്റ് സ്കോറിന് നിസ്സാരമായിട്ട് കാണാതെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ അതുകൊണ്ട് നല്ല ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മൾ EMI ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ EMI എമൗണ്ട് കറക്റ്റായിട്ട് റീപേ ചെയ്യുക. ഇനി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത എമൗണ്ട് കറക്റ്റായിട്ട് റീപേ ചെയ്യുക. ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഒരിക്കലും മിനിമം എമൗണ്ട് ഡ്യൂ അടച്ചു മാത്രം മുന്നോട്ട് പോകാതിരിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ യൂട്ടിലൈസേഷൻ റേഷ്യോ 30% താഴെ മാത്രമായിട്ട് കീപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ EMI എടുത്തു, അത് ഡ്യൂ വരുത്തി, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും. നമ്മുടെ 20s ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷേ നമ്മുടെ റിപ്പോർട്ടിൽ ആ ഒരു ഡ്യൂ മാർക്ക് വർഷങ്ങളോളം ഉണ്ടാകും. നമ്മളുടെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോയി നമ്മളൊരു വീട് വെക്കാനായിട്ട് ലോൺ എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാർ എടുക്കാനായിട്ട് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മളുടെ ആ ഒരു ഏർലി 20s ചെയ്ത ഒരു മിസ്റ്റേക്ക് നമുക്ക് ഒരു ബാധ്യതയായിട്ട് മാറുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ആ 20s ചെയ്ത ആ ഒരു ഡ്യൂ മാർക്ക് നമ്മുടെ റിപ്പോർട്ടിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ലോൺ കിട്ടിയില്ല എന്ന് വരാം. ഇനി ലോൺ കിട്ടിയാൽ തന്നെ നമ്മൾ ഉയർന്ന പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. സോ നമ്മൾ മുൻപ് ചെയ്തൊരു മിസ്റ്റേക്കാണ്, പക്ഷേ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ലൈഫിലെ മറ്റൊരു സ്റ്റേജിലായിരിക്കും. സ്റ്റേജ് 2 എന്ന് പറയുന്നത് മിഡ് 20s ടു ഏർലി 30s ആണ്. ഈ ഒരു സ്റ്റേജിലാണ് കരിയർ ഗ്രോത്തും അതുപോലെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ചേഞ്ച് ഫേസ് ഒക്കെ വരുന്നത്. നമ്മുടെ ജോലി നമ്മൾ സ്വിച്ച് ചെയ്യും, അതുപോലെ തന്നെ സാലറി ഹൈക്ക് വരും, പിന്നെ ലൈഫ് സ്റ്റൈലിൽ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു സമയത്ത് നമ്മളൊരു കാർ വാങ്ങും, അല്ലെങ്കിൽ ഒരു 2-വീലർ വാങ്ങും. അതുപോലെ തന്നെ നമ്മൾ യാത്രകൾ പോകാനായിട്ട് തുടങ്ങും. അതിന് നമ്മൾ പലപ്പോഴും ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആയിരിക്കും ആശ്രയിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ലോൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഉയർന്ന ലിമിറ്റിൽ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ അപ്ലൈ ആയി കിട്ടും. പേഴ്സണൽ ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നമ്മൾക്ക് ആവശ്യമുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രൂവ് ആയി കിട്ടും. ഫാസ്റ്റർ ലോൺ അപ്രൂവലൊക്കെ കിട്ടും. അതേസമയം നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ മിസ്റ്റേക്ക് ചെയ്തു, നമ്മൾ ഡ്യൂ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ലോൺ റിജക്റ്റ് ചെയ്യപ്പെടും. ഇനി ലോൺ കിട്ടിയാൽ തന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ ഉയർന്ന പലിശയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. 2 people സെയിം സാലറി സെയിം ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, 2 പേരും ഒരു ലോൺ എടുക്കാനായിട്ട് പോകുന്നു. സെയിം കാറ്റഗറി ലോണാണ്. ഒരാൾക്ക് 9% ഇൻട്രസ്റ്റിൽ ലോൺ കിട്ടി, മറ്റൊരു വ്യക്തിക്ക് 15% ഇൻട്രസ്റ്റിലായിരിക്കും ലോൺ കിട്ടുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് ആ വ്യക്തികളുടെ ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും. സോ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് ലോണൊക്കെ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺ കിട്ടാൻ അത് സഹായിക്കും. പിന്നെ ലൈഫിലെ അടുത്ത സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഒരു ഏർലി ടു മിഡ് 30s ആണ്. ലൈഫിലെ ബിഗ് ഡിസിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലായിരിക്കും നടക്കുന്നത്. ലൈഫ് ഇവൻറ്റ്സ് ലൈക്ക് മാരേജ്, ഹോം പർച്ചേസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇതായിരിക്കാം. അതേപോലെ തന്നെ ഫാമിലി പ്ലാനിങ്, ഇതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. ഈ ഒരു സ്റ്റേജിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്നുള്ളതായിരിക്കും. മിക്കവരും ആശ്രയിക്കുന്നത് ഹോം ലോണിനെ ആയിരിക്കാം. ഹോം ലോൺ എടുക്കുന്ന സമയത്ത് അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ ഡിലേ വരും. അതുപോലെ തന്നെ ഉയർന്ന പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ചോദിച്ച ഒരു ലോൺ എമൗണ്ട് നമുക്ക് കിട്ടിയില്ല എന്നും വരും. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും. ഹോം ലോണിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ചെറിയൊരു പെർസെൻറ്റേജ് ആണെങ്കിൽ കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും സേവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു 0.5% ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും പലിശയിൽ. കാരണം ഹോം ലോണിൻ്റെയൊക്കെ ഒരു കാലാവധി എന്ന് പറയുന്നത് 20 വർഷവും 30 വർഷമൊക്കെ ആയിരിക്കും. സോ ചെറിയൊരു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കൂടി അത് നമുക്ക് വലിയ രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യും. സോ നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നമുക്ക് ലോൺ നേടുവാനായിട്ട് സാധിക്കും. ലൈഫിലെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റ് 30s ടു 40s ആണ്. ഒരു സ്റ്റെബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫേസ് ആണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഹയർ എക്സ്പെൻസസ്, അതുപോലെ തന്നെ എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യം, അങ്ങനെ കുറേ അധികം റിക്വയർമെൻറ്റ്സ് ആയിരിക്കും ആ ഒരു സ്റ്റേജിൽ നമുക്ക് വരുന്നത്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ലൊരു
നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ എമർജൻസി ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് അപ്രൂവ് ആയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ നെഗോസിയേഷൻ പവർ കിട്ടും. നമുക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ അതിലൂടെ ലോൺ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളൊരു ബിസിനസ് മാനൊക്കെ ആണെങ്കിൽ നമുക്ക് ബിസിനസ് ലോണും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. സോ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ലോണും കാര്യങ്ങളൊക്കെ വേഗത്തിൽ നേടുവാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു സ്റ്റേജിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് റോങ് ആയിട്ട് ഉപയോഗിച്ചു, ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയത് കൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണ്, റിപ്പോർട്ടിൽ റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഫണ്ട് കിട്ടിയില്ല എന്ന് വരും. അതുപോലെ തന്നെ നമ്മൾ ഹയർ ഇൻട്രസ്റ്റ് കൊടുത്ത് ലോൺ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ലോൺ സാങ്ഷൻ ആയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സിനെയും മറ്റു റിലേറ്റീവ്സിനെയൊക്കെ ഫണ്ടിന് വേണ്ടി ആശ്രയിക്കേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക്, നമ്മളുടെ ആ ഒരു 20s ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് റോങ് ആയിട്ട് ഉപയോഗിച്ച് ഡ്യൂ വരുത്തി ആ സമയത്ത് നമ്മൾ ചെയ്ത മിസ്റ്റേക്കിനെ പറ്റി നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മൊമെൻറ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ലൈഫിലെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് 50s ആൻഡ് പ്രീ റിട്ടയർമെൻറ്റ്സ് ഒരു സ്റ്റേജാണ്. അതായത് ഒരു സെക്യൂരിറ്റി ഫേസ് ആണ്. ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ വേണ്ട, അത് നമ്മളെ ബാധിക്കില്ല എന്നൊക്കെ ആയിരിക്കും പലരും തിങ്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആ ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് തന്നെ ലഭിക്കും. ഇപ്പോൾ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മളുടെ വീട് റിനോവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മാരേജിന് വേണ്ടിയുള്ള ഒരു ഫണ്ട്, പിന്നെ നമുക്കൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ഒരു സൈഡ് ഇൻകം വേണം, അങ്ങനെയുള്ള പല ആവശ്യങ്ങളും നമുക്ക് ആ ഒരു സ്റ്റേജിൽ വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു ലോണിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല എന്ന് വരും. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ക്രെഡിറ്റ് സ്കോറിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതേസമയം നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ആ ഒരു സ്റ്റേജിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ സ്ട്രെസ് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ട രീതിയിൽ ഫണ്ട് കണ്ടെത്താനും നമുക്ക് സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. സോ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ജസ്റ്റ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മാത്രം വേണ്ടി വരുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് പല സ്റ്റേജിലും അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ലൈഫ് സ്കോർ എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫിൽ നല്ലൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നല്ലൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ സ്കോറും നല്ലതായിരിക്കും. അതേസമയം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ സ്കോർ മോശമായിരിക്കും. സോ നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സ്കോർ ഒരിക്കലും നിങ്ങളുടെ വരുമാനത്തെ ജഡ്ജ് ചെയ്യുന്നില്ല. നിങ്ങൾ എത്ര വലിയ വരുമാനം നേടുന്നൊരു വ്യക്തി ആയിരിക്കോട്ടെ, നിങ്ങൾ എത്ര ചെറിയ വരുമാനം നേടുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോരുത്തരും എത്ര റെസ്പോൺസിബിൾ ആയിട്ടാണ് അവരുടെ മണി മാനേജ് ചെയ്യുന്നത് അതിനെയാണ് ഈ ഒരു ക്രെഡിറ്റ് സ്കോർ ജഡ്ജ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ വരുമാനത്തെ അല്ല. സോ ലൈഫിൽ ഏതൊരു ഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുക, ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ചെയ്യുക, യൂട്ടിലൈസേഷൻ എപ്പോഴും ലോ ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കുക. പിന്നെ ചെറിയ ലോണൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക, ആവശ്യമെങ്കിൽ മാത്രം ലോൺ എടുക്കുക, അല്ലാതെ കാണുന്ന ലോണും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ട് തിങ്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.